നമ്മൾ പലപ്പോഴും ഈ നോർത്ത് ഇന്ത്യക്കാരെ ഇങ്ങനെ അടച്ചാക്ഷേപിച്ച് കളിയാക്കുമല്ലോ. നമ്മുടെ നാട്ടിലിപ്പം വീണയുടെ വീട് എവിടെ എനിക്കറിയില്ല, എറണാകുളത്താണ്. ഇപ്പം എറണാകുളത്ത് അമൃത ഹോസ്പിറ്റലിന് സ്ഥലം അറിയത്തില്ല. അമൃത ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സ്ഥലത്ത് ഹോസ്പിറ്റലിൽ വരുന്നതിന് മുമ്പ് പോയിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. കാരണം എൻ്റെ കുറച്ച് പരിചയക്കാരവിടെ താമസിക്കുന്നുണ്ട്. അമൃത ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം അവരോടും ചോദിച്ചു നോക്കുക, അവരുടെ നാടിൻ്റെ സ്ഥലത്തിൻ്റെ വില എത്ര കൂടിയിട്ടുണ്ട്. 10 മടങ്ങ് കൂടും. ഈ അമൃത ഹോസ്പിറ്റലിൽ ക്ലീനിങ് ജോബ്, മറ്റ് ജോബുകൾ, ഇതിനൊക്കെ എവിടെ നാളെ എടുക്കുന്നത്? ഈ ലോക്കൽസിനെ. ആ ചുറ്റുപാട് എത്ര ഹോം സ്റ്റേ വന്നു, ഹോട്ടൽ വന്നു, റെസ്റ്റോറൻറ്റ് വന്നു, കടകൾ വന്നു. ഒരു പ്രൊജക്റ്റ് വന്നാലാണ് ഒരു നാട് വികസിക്കുക. നമ്മൾ പലപ്പോഴും ഈ ഗുജറാത്തിനെ കളിയാക്കും, ഈ പ്രതിമ വന്നാൽ പട്ടിണി മാറുന്നത്. പട്ടിണി മാറും. ഈ ഗുജറാത്തിൽ ഈ പ്രതിമ വന്നിട്ടുള്ള സ്ഥലത്തിൻ്റെ പേരറിയോ? നർമ്മദ എന്ന് പറയും. ഈ നർമ്മദ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരു ട്രൈബൽ മേഖലയാണ്. ഇപ്പം നമ്മുടെ അട്ടപ്പാടിയൊക്കെ പോലുള്ള ഒരു ട്രൈബൽ മേഖലയാണ്. ഇന്ന് ആ മേഖലയിൽ ചെന്ന് കഴിഞ്ഞാൽ തൊഴിലില്ലാത്ത ഒരു മനുഷ്യൻ പോലും ഇല്ല. പണ്ട് അവരെന്ന് പറഞ്ഞാൽ കാട്ടിൽ പോയി കാട്ടിലെ സാധനങ്ങളൊക്കെ പെറുക്കൊണ്ട് വന്ന് ഭക്ഷണം കഴിച്ച് ജീവിച്ചിരുന്ന വ്യക്തികൾ ഇന്ന് ആ സ്റ്റാച്യൂവിൽ ഓട്ടോ ഡ്രൈവറായിട്ട്, ടാക്സി ഡ്രൈവറായിട്ട്, ഗൈഡായിട്ട്, ഫോട്ടോഗ്രാഫറായിട്ട് ജോലി ചെയ്യുന്നു. ഒരു പ്രൊജക്റ്റ് വന്നു കഴിഞ്ഞാൽ ആ നാട് എങ്ങനെ വികസിക്കുന്നുള്ളത് ഞാൻ അമൃത ഹോസ്പിറ്റൽ ഉദാഹരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്. ഈ സ്റ്റാച്യു 3000 കോടി ചിലവാക്കി.